അപ്പോൾ നമ്മള് ഇപ്പോൾ മെൽബൺ എയർപോർട്ടിലാണ് ഉള്ളത്. ഞങ്ങൾ ഈ ഡെസ്റ്റിനേഷനിൽ എത്തിയതിന് ശേഷം എവിടേക്കാണ് പോകുന്നുള്ളത് അപ്പോൾ പറയാം. ഓക്കെ, we are in Melbourne Airport to drop off Nimisha and Aravind. They are going somewhere exciting and then they'll enjoy the trip. They'll be back in 2 weeks. Yes. Are you guys excited? Yes. Wow. Joyce, don't cry while you miss me. I'll be here one call away. Yeah. Enjoy. Yeah, if she makes you cry, you call me, okay? അപ്പം നമ്മൾ ചെക്കിനൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഡിപ്പാർച്ചർ ഏരിയയിൽ എത്തിയിരിക്കുകയാണ്. നമ്മളപ്പോൾ അതിനുള്ളിൽ കയറാൻ പോവാണ് അല്ലേ. ഇപ്പം രാത്രി 11:30 കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഫ്ലൈറ്റ് ആക്ച്വലി 1 മണിക്കാണ്. 1 മണിക്കാണ്. കൃത്യസമയത്ത് തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. വേറെ ഡിലേ ഒന്നും ഇല്ലാന്നാണ് തോന്നുന്നത്. കുറേ നാളായിട്ട് നമ്മൾ വെയിറ്റ് ട്രിപ്പായിരുന്നു. അതന്നെ, അത് കഴിഞ്ഞ വർഷം നമ്മൾ ഇന്ത്യയിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അല്ലാണ്ട് നമ്മൾ വേറെ ട്രിപ്പൊന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോഴാണ് ആക്ച്വലി സമയമൊക്കെ ഒത്തു വന്നത്. അങ്ങനെ ആറ്റുനൂറ്റ് അങ്ങനെ ആ ഡേറ്റ് വന്നിരിക്കുകയാണ്. തല തണുപ്പിക്കാനുള്ള ദിവസങ്ങൾ വന്നിരിക്കുന്നു എന്നുള്ള പ്രതീക്ഷ. ഓക്കെ, അപ്പോൾ അവിടെ എത്തിയിട്ട് സ്ഥലമൊക്കെ ആയിട്ടുള്ളത് നമ്മൾ വീഡിയോ ഇടാം. ഞങ്ങൾ മെൽബണിൽ നിന്ന് പുറപ്പെട്ട് മെൽബണിൽ തന്നെ. അപ്പോൾ വിയറ്റ്നാമിലേക്ക് വരാനുള്ള ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ നമ്മൾ മെൽബൺ എയർപോർട്ടിലൊക്കെ പോയതാണ്. പിന്നീട് എല്ലാ പ്ലാനുകളും തെറ്റി. നമുക്ക് വീഡിയോ എടുക്കാനൊന്നും ഉള്ള ഒരു സങ്കടപ്പെട്ട് നടക്കുകയായിരുന്നു. ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ മെൽബൺ എയർപോർട്ടിൽ എത്തി. ചെക്കിങ് കഴിഞ്ഞു, ബോർഡിങ് കഴിഞ്ഞു, നമ്മൾ പ്ലെയിന് മൂവ് ചെയ്യാനും തുടങ്ങി. അപ്പോൾ വിയറ്റ്ജെറ്റിനെ കുറിച്ചിട്ട് കുറേ ഇങ്ങനെ കമൻസൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ഈ വട്ടം നല്ല രീതിയിലാണ്. അതായത് ബോർഡിംഗ് ഒക്കെ കറക്റ്റ് സമയമായിരുന്നു. കറക്റ്റ് സമയത്ത് തന്നെ ഫ്ലൈറ്റ് മൂവ് ചെയ്യാനും തുടങ്ങി. നമ്മളപ്പോൾ ഹാപ്പി ഓക്കെ മൂവ് ചെയ്തല്ലോ. മൂവ് ചെയ്ത് കുറച്ച് കഴിഞ്ഞ് ശരിക്കും ഫ്ലൈ ചെയ്യണേക്കാട്ടും മുമ്പ് ഇവർ പെട്ടെന്ന് ഒരു അനൗൺസ്മെന്റ്, വിങ്ങി ഒരു ക്രാക്ക് ഉണ്ടെന്ന്. അത് ഒരുമാതിരി ഇടുത്തി വീണ പോലെയായിരുന്നു. അവിടെ വെച്ച് തന്നെ വീണ്ടും തിരിച്ച് എയർപോർട്ടിലെത്തി. ലഗേജൊക്കെ അവർ ഇറക്കി, ആൾക്കാരെ മൊത്തം ഇറക്കി. എന്നിട്ട് പറഞ്ഞു ഗ്രൗണ്ട് സ്റ്റാഫ്, വിയറ്റിൻ്റെ ഗ്രൗണ്ട് സ്റ്റാഫ് മെൽബൺ എയർപോർട്ടിലുണ്ട്, അവരോട് പോയി സംസാരിക്കാം. അവിടെ ചെന്നപ്പോൾ ഒരൊറ്റ മനുഷ്യരില്ല, എല്ലാവരും അവിടെ നിന്ന് മുങ്ങി. നമുക്ക് മനസ്സിലായി ഇവർ ഒന്നും ചെയ്യാനായിട്ട് പോണില്ല. നമുക്കാണെങ്കിൽ വെക്കേഷൻ ക്യാൻസൽ ചെയ്ത് ജോലിക്ക് പോകാനായിട്ടുള്ള ഒരു മനസ്സുമില്ല. അപ്പോൾ തന്നെ നമ്മൾ നെക്സ്റ്റ് അവൈലബിൾ ഫ്ലൈറ്റ് നോക്കിയപ്പോൾ ജെറ്റ് സ്റ്റാറിൻ്റെ ഫ്ലൈറ്റ് ഒരു 5 സീറ്റോളം ഒഴിവിൽ കണ്ടു. കാരണം എല്ലാവരും പിന്നെ നോക്കാൻ തുടങ്ങി തോന്നുന്നു. അപ്പോൾ മിനിറ്റ് വെച്ചോണാണ് ചാർജ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണ നേരമാകുമ്പോഴേക്കും അത് ക്യാൻസൽ ആവും. എന്നിട്ട് റീഫ്രഷ് അടിക്കുമ്പോൾ വീണ്ടും പൈസ കൂടിയിട്ടാണ് കിടക്കണ്ടായിരുന്നത്. പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് നമുക്ക് കിട്ടി, 2 സീറ്റ് കിട്ടി. അപ്പോൾ പിറ്റേ ദിവസം, അതായത് ശനിയാഴ്ച രാവിലെ നമ്മൾ വെള്ളിയാഴ്ച രാത്രി ജോലി കഴിഞ്ഞ് 1 മണിക്ക് ഫ്ലൈറ്റിൽ കയറുന്നു. രാവിലെ 5:30 ആകുമ്പോൾ വിയറ്റ്നാമിലെത്തുന്നു. 1 മണിക്കൂർ ഇവിടെ എയർപോർട്ടിലെ പരിപാടിയൊക്കെ കഴിഞ്ഞു എന്നുള്ള പ്ലാനിലായിരുന്നു. ഇവിടെ ഒന്നും നടന്നില്ല. ലാസ്റ്റ് പിറ്റേന്ന് വൈകിട്ട് ഒരു ദിവസം ടെക്നിക്കലി പറയുവാണെങ്കിൽ നമുക്ക് ഒരു ദിവസം പോയി അല്ലേ. ഇന്നലെ ആകണമായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഡേ പോയി. ഇന്നാണ് ഫസ്റ്റ് ഡേ പോയി. പക്ഷേ ഇന്നലെ ഒരു മെൽബൺ ടൈം 4 മണിക്ക് കയറി. നമ്മളിവിടെ ഇന്നലെ ഒരു രാത്രി എത്തി. അങ്ങനെ എന്തോ ഒരു എത്തി, ഒരു ദിവസം പോയാൽ എത്തി. അപ്പം അതാണ് സംഭവിച്ചത്. അങ്ങനെ ഭയങ്കര, അതായത് നമ്മൾ ഇതുവരെ ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടില്ലേ നമുക്ക് കളിയണോ ചിരിക്കണോ എന്നൊക്കെ ഉള്ള ഒരു ഡൗട്ടിലായിരുന്നു. ഇത് പറന്നുയർന്ന ഇതെങ്ങാനും തകർന്നു വീണെങ്കിൽ കഥം പോകുകയൊക്കെ. പക്ഷെ ഇതായി. അപ്പോൾ പിന്നെ